അപ്പം അതിൽ എനിക്ക് 2025 ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു സംഭവമാണ് ഡയബറ്റിക്. ഇപ്പം ഞങ്ങളൊരു പ്രൊമോഷൻ ഞങ്ങൾ പറയാം, അല്ല ഞാൻ പ്രൊമോഷൻ അല്ല ഞാൻ പറയാം. ചിലപ്പോൾ 10 വർഷമോ 15 വർഷമോ 25 വർഷമോ ഇവിടെ 130 വർഷമൊക്കെ ശിക്ഷിച്ച കേസുകളുണ്ട്. ഞങ്ങൾ രണ്ടാളും തൂങ്ങി മരിക്കുന്നു. ഒരാഴ്ച കൊണ്ടല്ലേ ഞാൻ ജിമ്മിൽ വന്നു. ചെറിയൊരു റീലാക്കിയിട്ട് അവരിടുമ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുക. നമ്മൾ നെല്ലും പതിരും തിരിച്ചറിയാതെ നമ്മൾ സാധാരണക്കാരെ അതിൽ പോയി ചാടും ചെയ്യും. ഒരു പൊറോട്ട വാങ്ങിക്കുക, ഇങ്ങനെ റോൾ ചെയ്ത് കയ്യിൽ തന്നെ പിടിച്ച് കഴിച്ച് അങ്ങ് വീട്ടിൽ പോവാം. അപ്പം ഞാൻ ഒരിക്കലും ഞാൻ ഡയബറ്റിക് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ട്, അങ്ങനെയുള്ള പല BP കൺട്രോൾഡ് അല്ലായിരുന്നു. അങ്ങനെ പല ഡിസീസസും വന്നിട്ട് ഈവൻ എൻ്റെ കണ്ണിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട്, എൻ്റെ ലെഫ്റ്റ് ഐക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട്, ഒരു മേജർ ആക്സിഡൻറ്റ് പറ്റിയിട്ട് പോലും അത് എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. പേടിയെന്നല്ല, ഞാൻ അതൊന്നും ബോദർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഡയബറ്റിക്കിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ എനിക്ക് ഡയബറ്റിക് വരരുത് എന്നുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഡയബറ്റിക് എൻ്റെ ഹെറിഡിറ്ററി ആയിട്ട് എൻ്റെ അമ്മ കുറച്ച് ഡയബറ്റിക് ആണ്, വേറെ എൻ്റെ ഫാദറിന്റെ ഫാമിലിയിൽ ആർക്കും ഡയബറ്റിക് ഒന്നുമില്ല. അപ്പൊ ഞാനതൊരു 45 ഞാൻ ക്രോസ് ചെയ്തു. അപ്പൊ ഞാൻ അതുവരെ ഞാൻ പിടിച്ചു. അപ്പൊ അതുവരെ എനിക്ക് ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ക്ഷീണവും മറ്റൊക്കെ വന്നപ്പോൾ ഒരു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചില്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതൊക്കെ വന്നപ്പോൾ ഇവരൊക്കെ എന്നോട് ഇങ്ങനെ ഡയബറ്റിക് ആണോ, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് ഡയബറ്റിക് വരില്ല എന്നുള്ളത്. പക്ഷെ എന്നെ ഡയബറ്റിക്കിലേക്ക് എത്തിച്ചതിൽ വലിയ കാര്യം, ഞാൻ ഷുഗറൊന്നും അധികം കഴിക്കുക അങ്ങനത്തെ ആളൊന്നുമല്ല. എനിക്ക് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനത്തെ ഫുഡുകളൊക്കെ ഞാൻ എന്താ വെച്ചാൽ അതും അതിൻ്റെ ഒരു കൺട്രോൾഡ് ആണ്. പക്ഷെ ഞങ്ങളെ ജോലിയുടെ ഒരു സ്ട്രെസ്, അത് എന്ത് പറഞ്ഞാലോ ഞാൻ നിങ്ങളെടുത്തുനിന്ന് ചിലപ്പോ ഒരു കേസിന്റെ വക്കാലത്ത് ഏറ്റെടുത്ത് ഞാൻ രണ്ടുപേരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. ഞങ്ങളൊരു കേസിന്റെ വക്കാലത്ത് ഇനിയിപ്പോ ഞങ്ങളൊരു പ്രൊമോഷൻ ഞങ്ങൾ പറയാം, അല്ല ഞാൻ പ്രൊമോഷൻ അല്ല ഞാൻ പറഞ്ഞ പ്രൊമോഷൻ അല്ല ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഫാക്ടറാണ്. ഞാൻ തമാശ അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഞാനൊരു ഫയൽ ഏറ്റെടുത്ത് കഴിഞ്ഞാല് ഞാൻ പ്രിയ അങ്ങനെ തന്നെ കേട്ടോ, ഭയങ്കര പ്രിയ. പിന്നെ അത് എക്സ്പ്രസ് ചെയ്യും. ഒരു ഫയൽ ഏറ്റെടുത്ത പ്രിയയുടെ ടെൻഷൻ പ്രിയ എന്നോട് എക്സ്പ്രസ് ചെയ്യും, ഓഫീസിലെ സ്റ്റാഫിനോട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ചിലപ്പോൾ കക്ഷികളോട് ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആ ഡോക്യുമെന്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയും. അത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ. അതിപ്പോൾ അവരിപ്പോൾ എനിക്ക് കേസ് ജയിച്ചാലും തോറ്റാലും ഞാൻ എൻ്റെ ഫീസ് മേടിക്കും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവരെന്തെങ്കിലും കുറച്ച് സന്തോഷത്തിൽ കുറച്ച് ഫീസ് വേറെ തന്നേക്കാം, തരുന്നവരുണ്ട് തരാത്തവരുണ്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരു കക്ഷി ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു സെഷൻസ് കേസ് നടത്തുമ്പോൾ ഒരു കക്ഷിയെ ശിക്ഷിച്ചാൽ ചിലപ്പോൾ 10 വർഷമോ 15 വർഷമോ 25 വർഷമോ ഇവിടെ 130 വർഷമൊക്കെ ശിക്ഷിച്ച കേസുകളുണ്ട് പരപ്പനങ്ങാടി പോക്സോ കോടതിയിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വരരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു കേസ് നടത്തുമ്പോൾ, ഞാനൊക്കെ ചില കേസൊക്കെ നടത്തുമ്പോൾ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ കിടന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ സ്ട്രെസ് ഇതോട്ടായിട്ടാ. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര നമ്മൾ ആ ഏറ്റെടുക്കുന്ന ജോലിയോടൊരു കമ്മിറ്റ്മെന്റ്, ആ കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സ്ട്രെസ് കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. അല്ലാതെ എനിക്ക് എൻ്റെ വരുമാനം കുറയുന്നെന്നോ അല്ലെങ്കിൽ വരുമാനം കൂടുന്നെന്നോ എനിക്ക് എൻ്റെ വീട് പണി നടത്തണമെന്നോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ സ്ട്രെസ് നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി, അത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു കക്ഷി അയാളുടെ ജീവിതം തന്നെ നമ്മളെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മളെ കണ്ണിലേക്ക് നോക്കിയിട്ടിരിക്കുന്ന പല കക്ഷികളും. പല സമയത്തും ഞാൻ നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ആൾക്കാരെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാം, പലരും വന്നിട്ട് കരഞ്ഞിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, പലപ്പോഴും വന്നിട്ട്
കരഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ. അവരെ അവസ്ഥ പറയുമ്പോൾ നമ്മളവരെ സമാധാനിപ്പിക്കുമ്പോഴേക്കും അപ്പം നമ്മളവരുടെ മുമ്പിൽ നമ്മളെ സങ്കടം കാണിക്കാൻ പറ്റില്ല. നമ്മളെ സങ്കടം നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ പേടിച്ചിട്ടാണ് ചെല്ലുന്നത്. നിങ്ങളോട് ഡോക്ടർ കൂടെ പേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതേമാതിരി വരുന്ന കക്ഷിയോട് നമുക്ക് അയാളെ കേസിൽ എന്ത് സംഭവിച്ചാലും പിന്നെ നമുക്ക് പിന്നെ നോക്കാം. ഞാൻ ഒരിക്കലും ഒരു കേസ് നടത്തുമ്പോ ഒരു ഭാഗത്ത് ഷിയാബിനൊക്കെ പറഞ്ഞാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഈ പരിപാടി കഴിഞ്ഞിട്ടാ പറയാം. അപ്പോ അവിടെ ഒരു ഭാഗത്ത് 100ഓളം ആൾക്കാർ, ബന്ധുക്കളായിട്ടുള്ള ഒരു 2-3 ഫാമിലി, ഈ ഭാഗത്ത് ഇയാളും ഇയാളുടെ ഭാര്യയും മകനും അവരെ ഫാമിലി മാത്രം. അങ്ങനെ ഈ കേസ് ഹിയറിങ്ങിന്റെ തലേ ദിവസം എന്നോട് വന്നിട്ട് ഇയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇയാളെ ഭാര്യയും കൂടെ എന്നെ കാണാൻ വന്നു. സാറേ ഈ കേസ് ജയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും തൂങ്ങി മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ കേസ് ഹിയറിംഗ് എടുക്കൂല, ഞാൻ ആ ഫയൽ തിരിച്ചു കൊടുക്കും. കാരണം അത്ര സ്ട്രെസ്സിൽ എനിക്ക് ഫയൽ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഹിയറിംഗ് എടുത്തു. ഞാൻ എൻ്റെ പരമാവധി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 വർഷത്തോളം ഉള്ള അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട് ആ കേസിൽ. അത് മുഴുവൻ ഞാൻ പഠിച്ച് ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഹിയറിംഗ് എടുത്തതിൽ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്ന് കുറച്ച് സീനിയർ ആയിട്ടുള്ള വേറെ വക്കീൽമാരാണ് വന്നിട്ടുള്ളത്. അവരും വന്നു, ഞാൻ ഹിയറിംഗ് എടുത്തു. അത് കഴിഞ്ഞ് കോടതി വിധി പറയാൻ വേണ്ടി വേറെ ദിവസം വെച്ചു. അന്ന് ഞാൻ നാമക്കൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ നാമക്കൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ക്ലർക്ക് വിളിച്ചിട്ട്, അത് 2 കേസാണ്. ഒന്ന് അവരിങ്ങോട്ട് കൊടുത്തതും ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തതും. അപ്പൊ അവരിങ്ങോട്ട് കൊടുത്ത കേസിന്റെ ഓർഡറാണ് ഇവൻ ആദ്യം പറയുന്നത്. ആ കേസ് തള്ളിയിട്ടുണ്ട് സാറേ. ഞാൻ ആകെ എൻ്റെ കംപ്ലീറ്റ് നേതൃത്വം വിട്ടു. ഞാനിങ്ങനെ എന്താ ചെയ്യാ. അപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് അവൻ പുതിയ പയ്യനാ, അവൻ അറിയില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി ഇവനോട് ക്ലാരിഫൈ ചെയ്യാൻ നിൽക്കാതെ ഞാൻ ഉടനെ തന്നെ അപ്പം തന്നെ പ്രിയയെ വിളിച്ചു. പ്രിയ കോടതിയിൽ അങ്ങോട്ടായിട്ട് ഫോൺ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പ്രിയ എന്നോട് തിരിച്ചു വിളിച്ച് കാര്യം എന്നോട് ക്ലിയർ ആക്കി കഴിഞ്ഞു. മറ്റേ കേസ് ഇപ്പോഴും ഈ പറഞ്ഞ വ്യക്തി അയാളുടെ വീട്ടിൽ മനസമാധാനത്തോടെ കഴിയുന്നത് ഈ കേസ് ജയിച്ചോണ്ടാ. ഒരു 10 വർഷത്തോളമായി, 8 വർഷത്തോളമായി ആ കേസ് ഞങ്ങൾ ജയിച്ചിട്ട്. 8 വർഷമായിട്ട് ആള് മനസമാധാനത്തോടെയാണ്. അപ്പൊ അന്ന് വന്നിട്ട് മുമ്പ് എന്നോട് പറഞ്ഞ്, പിന്നെ സാറിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എൻ്റെ കയ്യില് ഇപ്പൊ പൈസ ഒന്നുമില്ല, ഞാൻ ആ ഫ്രണ്ടിൽ ഒരു 10 സെന്റ് സ്ഥലം നിങ്ങൾക്ക് എഴുതി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 10 സെന്റ് സ്ഥലം നിങ്ങൾ എഴുതി തരട്ടെ, നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അയാളെ കാണുമ്പോൾ ഞാൻ ചോദിക്കില്ല 10 സെന്റ് തരം തന്നിട്ടില്ല കേട്ടാ. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് അത് ഒരു ഇന്നാണെങ്കിൽ ഞാൻ അത് എടുക്കില്ല എന്ന് പറയാൻ കാരണം ഇന്ന് എനിക്ക് ആ സ്ട്രെസ് എനിക്ക് താങ്ങാൻ പറ്റില്ല. അന്ന് പിന്നെ ഞാനത് എടുത്തു. ഇന്നിപ്പോ ഞാനൊരു വലിയൊരു പിന്നെ സ്റ്റേജിൽ ഇരിക്കുകയാണ്, അങ്ങനെ ഉള്ളതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പ്രൊഫഷണൽ അങ്ങനെ ആയി. പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഇന്നിപ്പോ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് അസുഖങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരാൾ പറയാണ് ഈ കേസ്, ഞാൻ അങ്ങനത്തെ ഫയൽ എടുക്കാറില്ല, ഈ കേസ് നിർബന്ധമായിട്ടും ജയിക്കണം. നമുക്കൊരു ഫയലിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കക്ഷികളോട് ചോദിക്കല്ലോ, നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അസുഖം വന്നാല് സാറേ നിങ്ങളിത് മാറുന്നുണ്ടെങ്കിൽ ചികിത്സിച്ചാൽ മതി എന്ന് പറയാം. അത് നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെയും നിങ്ങളുടെ യോഗം പോലെയും അതൊരിക്കും. ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകല്ലേ ഒരു ആൾക്ക്. ഒരാളെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും, എൻ്റെ ഒരു സീനിയർ വക്കീല്, അദ്ദേഹം ഒരുപാട് തലമുറ, അദ്ദേഹത്തിന്റെ 3-4 തലമുറയായിട്ട് വക്കീൽമാരാ, നല്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള വക്കീലാണ്. അപ്പൊ ഞാനൊരിക്കല് 2014-15
ഒരു വലിയൊരു പള്ളിയുടെ കേസ് ഞാൻ നടത്തുമ്പോൾ APK തർക്കമായി ബന്ധപ്പെട്ടൊരു കേസ് നടത്തുമ്പോൾ ഞങ്ങളൊരു കേസ് ഹൈക്കോടതിയിൽ നിന്ന് ഡിസ്മിസ്സായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവാം. അപ്പോൾ അവിടെ ഡിസ്മിസ്സായി. കാരണം കുറച്ച് അങ്ങനെ നമുക്കൊരു വലിയൊരു ഗുണമില്ലാത്തൊരു കേസായിരുന്നു. പക്ഷെ നമ്മളത് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോവാം. അപ്പം ഞാൻ ഭയങ്കര ഇതായിട്ട് ആ കേസിൻ്റെ ഇതിലിങ്ങനെ വളരെ വെറീഡായപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും ഒരു കേസിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്. കേസ് നമ്മൾ വക്കീൽമാർ നമ്മളൊരു ടൂളാണ്, നമ്മൾ നന്നായിട്ട് നടത്തുക. അതിൽ എല്ലാ കക്ഷിക്കും ഒരു ജാതകമുണ്ട്. ആ സാർ എന്നോട് പറഞ്ഞ ആ ജാതക പ്രകാരം കാര്യങ്ങൾ സംഭവിക്കുള്ളൂ, അത് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളൂ. അത് സത്യം തന്നെയാണ്. നമ്മള് ഭാഗ്യം എന്നല്ല, നമ്മളുടെ ജീവിതത്തിൽ ചില സംഗതികൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവും. ആ എഴുതി വെക്കപ്പെട്ടതിൽ തന്നെ നമ്മൾ ആ വഴിക്ക് തന്നെ നമ്മൾ നടക്കും, ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അതെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഞാൻ ആ സ്ട്രെസ്സിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഈ പോയിന്റിലേക്ക്. അപ്പൊ സ്ട്രെസ്സിൽ വന്നതിന്റെ എനിക്ക് കിട്ടിയത് എന്താ വെച്ചാല്, ഞാൻ 2025 ഓഗസ്റ്റിലാണ് ഞാൻ കോട്ടക്കൽ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ അന്ന് ഞാൻ പിന്നെ ഫാസ്റ്റിങ്ങിൽ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലാണ്. ആഫ്റ്റർ ഫുഡ് ചെയ്തപ്പോൾ കുറച്ച് വേരിയേഷൻ വന്നു. അപ്പം ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു, ഈ ഷുഗർ ഞാൻ എൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്നുള്ള എനിക്ക് ഭയങ്കര, ഞാൻ ആകെ കുറച്ചൊന്ന് വിത്തൗട്ട് എനി മെഡിസിൻ. ഞാൻ അന്നേരം ഭയങ്കര മാനസികമായിട്ട്, അത് പ്രിയക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എൻ്റെ കൂടെ 10 വർഷമായിട്ട് എൻ്റെ കൂടെ ജീവിക്കും, 11 വർഷമായിട്ട് എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എൻ്റെ പ്ലസ് എന്താണ് മൈനസ് എന്താണെന്നും ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു പോലും പ്രിയക്കറിയാം. അപ്പൊ അതുകൊണ്ട് പ്രിയ എന്ത് ചെയ്തു, പ്രിയക്ക് മനസ്സിലായി ഞാൻ ആ കാര്യത്തിൽ കുറച്ച്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ കുറെ മില്ലറ്റ്സിലേക്കാണ് മാറി. പിന്നെ ദിനേശേട്ടൻ പറഞ്ഞു ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 ആഴ്ച വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഒരാഴ്ച കൊണ്ടല്ലേ ഞാൻ ജിമ്മിൽ വന്നു. ഞാൻ 1 മാസം ഷേബിനോട് അന്നാണ് നിർബന്ധമായിട്ട് വരണം എന്നാണ്. ഷേബ് വന്നു. ഞാനൊരു മാസം ഓണത്തിന്റെ അതിന്റെ സമയപ്പോഴേക്കും 1 മാസം ഞാൻ വർക്കൗട്ട് ഏകദേശം ഒരു 10-20-25 ദിവസം വർക്കൗട്ട് ചെയ്തു. ഫുഡിൽ ഞാൻ കൺട്രോൾ ചെയ്തു. ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു എൻ്റെ ഷുഗർ, ഫാസ്റ്റിങ്ങിലും ആഫ്റ്റർ ഫുഡും ഓക്കെ. അപ്പം അത് ഓക്കെ ആയെന്നുള്ളതിൽ ഞാൻ തരില്ല. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ വർക്കൗട്ടും നമ്മളെ ഒരു ഭക്ഷണ നിയന്ത്രണവും നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉറപ്പായാലും കുറയ്ക്കുന്നുള്ളത് അതിന് ഒരു അനുഭവമുള്ള ആളാണ് ഞാൻ. അത് ഞാൻ കുറച്ച് ദിവസം ജിമ്മിൽ വരാതെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് എൻ്റെ ട്രൈഗ്ലിസറൈഡ്സ് കൂടും, എൻ്റെ മറ്റുള്ള പിന്നെ കൊളസ്ട്രോളിൻ്റെ മറ്റുള്ള വകഭേദങ്ങൾ കൂടും. അപ്പം അതെനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമ്പോൾ തന്നെ ചെറിയ കിതപ്പുണ്ടാവും. ഞാൻ ജിമ്മിൽ വന്നിട്ട് ഞാൻ വരുന്നൊരു കാലത്ത് ഞാൻ കാറ് നിർത്തി ഇറങ്ങുന്നതും അപ്പൊ ഇറങ്ങാൻ എനിക്ക് ഉണ്ടാവുന്നൊരു സുഖവും, ഞാൻ നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീലും ജിമ്മ് നിർത്തി കഴിഞ്ഞാല് ഭയങ്കര ചേഞ്ച് വരും. അല്ല, ഇത് രണ്ടും ഭയങ്കര ഈ പറഞ്ഞ രണ്ടാണ് അതിന്റെ ശരിക്കുള്ള ഫാക്ടർ. മീൻസ് ഒന്ന് പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ഡയറ്റും ഈ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ടും. ഇത് രണ്ടും ഭയങ്കര. കാരണം ഒരു ഏകദേശം പറയണമെന്നുണ്ടെങ്കിൽ ഒരു 500 കലോറി പെർ ഡേ കോമൺ ഒരു എന്താ പറയാ ഒരു പേഴ്സൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 കലോറി ഫുഡൊന്നും അതേപോലെ ഒരു 500 കലോറി എന്താ പറയാ വർക്കൗട്ടിലൂടെ പെർ ഡേ നമുക്ക് അങ്ങനെ ബേൺ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ വെയിറ്റും നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. യെസ്, അങ്ങനെ അതാണ്. അത് മാത്രമല്ല സയന്റിഫിക്കലി അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ പല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണും 10 കിലോ കുറക്കാം, 25 കിലോ കുറക്കാം, 20 കിലോ 1 മന്ത് പെർ മന്തില്. പക്ഷെ അത് ഒരുപാട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അയാൾക്ക് വരുന്നുണ്ടാവും. സൈഡ് എഫക്ട്സ് 100% ഗ്യാരണ്ടി ആണ്.
ആ ആ ഒരു ദിവസം ഒരു മീൽ. അതിപ്പോ ഏതോ ഒരു ആക്ടർ ആണോ ആരോ ഒരാൾ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഇൻസ്റ്റയിൽ ഈ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പല ആളുകളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോഷ്യൽ മീഡിയ അഡിക്റ്റാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സംഗതികൾക്ക് ഒരു അടിസ്ഥാനമില്ല. അത് നമ്മളെ ഇന്നിപ്പോ എല്ലാവരും ഒരു ഫെയിം ആവാൻ വേണ്ടിയിട്ട് ഡോക്ടർമാര്, വക്കീൽമാര്, എഞ്ചിനീയർമാര് തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ ട്രെയിനേഴ്സ്, എല്ലാ മേഖലകളിലുള്ളവരും ഞങ്ങൾ ധരിച്ചു വെച്ച കുറെ സംഗതികൾ അതാണ് ശരി. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അത് അവരങ്ങോട്ട് ഒരു ചെറിയൊരു റീലാക്കിയിട്ട് അവരിടുമ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുക, ഓ ഇതാണ് കാര്യം. അപ്പൊ ഇതാണ് വസ്തുത. ഇപ്പൊ ജിമ്മില് ഒരിക്കലും എനിക്ക് തരുന്ന ഒരു ട്രെയിനിങ്, പേഴ്സണൽ ട്രെയിനിങ് ആയിരിക്കില്ല ഷിയാബ് വേറൊരാൾക്ക് കൊടുക്കുക. കാരണം എനിക്ക് തരുന്ന ഒരു ഡയറ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഒരു നല്ല ട്രെയിനർ ഓരോ വ്യക്തിയുടെയും ശരീരത്തെ പഠിച്ചിട്ടാണ് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അയാളുടെ ഒരു ട്രെയിനർക്ക് അയാളുടെ ഏത് പാർട്ടാണ് വീക്ക്. ഇപ്പൊ ഷിയാബ് എനിക്ക് ട്രെയിനിങ് തരുമ്പോ ഷിയാബിന് അറിയാം എന്റെ വീക്ക് എവിടെയാന്ന് ഷിയാബിന് അറിയാം. എന്റെ പ്ലസ് എവിടെയാണെന്ന് ഷിയാബിന് അറിയാം. ഞാൻ ഏത് കളിയാണ് ഞാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ റെപ്സിലാണെന്നുണ്ടെങ്കിൽ 12 റെപ്പിൽ നിർത്തുന്ന വർക്കൗട്ട് ഉണ്ട്, 15 റെപ്പ് കഴിഞ്ഞിട്ടും ഇനിയും ചെയ്യണമെന്ന് ചോദിക്കുന്ന വർക്കൗട്ട്. അതൊരു നല്ല ട്രെയിനർ. അപ്പൊ എന്നോട് പറയുന്ന ഒരു ഡയറ്റ് പ്ലാനും എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ടും ആയിരിക്കില്ല പിന്നെ സമതാക്ക ഇപ്പൊ ഇവിടെ വരുന്ന ഒച്ച ഏജുള്ള സമതാക്കുണ്ട്, സമതാക്കാക്ക് ഷിയാബ് കൊടുക്കുന്നത്. അപ്പൊ അത് ഇദ്ദേഹം പഠിച്ച് അതിനനുസരിച്ച് ചെയ്തതിന് പകരം സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ്, ഒരു റീൽ ഇടുമ്പോഴേക്കും അത് 16 വയസ്സുള്ള കുട്ടി മുതൽ 74 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരൊറ്റ കാര്യമാണ് അവർ പറയുന്നത്. ഇത് ഡോക്ടേഴ്സും ചെയ്യുന്ന ഒരു തെറ്റാണത്. കാരണം അതില് കൂടുതലായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണ്ട. ഐ മീൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി വരുന്ന ട്രെയിനിങ്ങും മെത്തേഡുകളും അതിനെ പറ്റി ടോക്ക് ചെയ്യുന്ന ആളുകളെ ഇത് നോക്കിക്കഴിഞ്ഞാല് അതിലെ കമന്റ്സ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്താ പറയുക. അതില് ഞാൻ കൂടുതലായിട്ട് വായിച്ചൊരു സംഭവം, ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ കൂടുതൽ ആൾക്കാരെ എഴുതുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് ഒരു ധാരണയിലെത്തുക. അതായത് ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. മീൻസ് ഇത് പല രീതിയിലാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്താ പറയാ, ഒരു നോർമൽ പേഴ്സണ് ഏകദേശം ഒരു ദിവസം 1 ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്താൽ മതി. ലേഡീസിന് ഒരിക്കൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ എന്താ പറയാ ഒരു 10% 10 ഗ്രാം കുറച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഒരു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു മീഡിയം ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുക ഒരു ദിവസം. ഇത് ചിലപ്പം വീഡിയോയിൽ പല രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞു. ചിലപ്പോൾ 2 ഗ്രാം എടുക്കണമെന്ന് പറഞ്ഞു, ചിലപ്പം പിന്നെന്താ പറയാ പല രീതിയിൽ. അതിന് ഞാൻ പറഞ്ഞ കാപ്സ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും ഇത്ര ഗ്രാം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഓരോ ബോഡി വെയിറ്റിനനുസരിച്ച് നമ്മൾ എടുക്കണം. അപ്പൊ അതിന് അല്ലെങ്കിൽ വർക്കൗട്ട് മെത്തേഡ് തന്നെ ഇപ്പൊ പറഞ്ഞത് പുഷ് പുൾ ലെഗ് എന്നുള്ള വർക്കൗട്ട് മെത്തേഡ്, അതേപോലെ തന്നെ അപ്പൊ ആ വർക്കൗട്ട് പാടില്ല, ഈ വർക്കൗട്ട് പാടില്ല, അതിന് ഇഞ്ചുറി. എന്നിട്ട് ഇതിനെ എന്താ പറയാ അതിനെ വേറെ ഇത് പറഞ്ഞിട്ട് വേറെ ടീം. അപ്പൊ മൊത്തത്തിൽ ആളുകൾ സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അല്ല, അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും രോഗം വന്നു കഴിഞ്ഞാല് ഗൂഗിൾ ചെയ്തിട്ടും ഈ ഫേസ്ബുക്കിൽ നോക്കിയിട്ടും അല്ലെങ്കിൽ മറ്റേത് നോക്കിയിട്ടും ഒക്കെയാണ് ട്രീറ്റ്മെന്റ്. അവരൊരിക്കലും പിന്നെ ഞാനൊരു സംഗതി പറയുകയാണെങ്കിൽ, നമ്മളെ ഒരാളെ MBBS ചെയ്തു, പിന്നെ അയാള് ആ ഒരു മേഖലയിൽ അയാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാളെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അയാൾ നമുക്കൊരു മെഡിസിൻ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. കാരണം എനിക്ക് പണ്ടുണ്ടായിരുന്നു, അതായത് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ സിംറ്റംസ് ഇതടിക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ നമ്മൾ എന്ത് സിംറ്റംസ്, നമ്മുടെ കോമൺ ആയിട്ടുള്ള ചെറിയ സിംറ്റംസ് അടിച്ചാലും ഇതൊക്കെ ക്യാൻസറിന്റെയും വലിയ വലിയ അസുഖങ്ങളുടെ സിംറ്റം കൂടിയാണ്. അപ്പൊ പിന്നെ നമുക്ക് ടെൻഷനായി. അത് ഭയങ്കര ഇപ്പൊ സ്ട്രെസ് കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവം കൂടാണ്. അത് കൂടിപ്പോകും, കാരണം നമ്മൾ ആവശ്യമില്ലാണ്ട് വെറുതെ ടെൻഷൻ അടിക്കും. അല്ല, അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ പലരും അത് കണ്ടിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, അത് കണ്ടിട്ട് അവർ ചെയ്യുന്നു. അപ്പോഴേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ജിമ്മുകൾക്ക് പോലും ഒരു ചീത്തപ്പേരാണ്. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോ പിന്നെ പല ആൾക്കാർ
ഇപ്പം എനിക്ക് തന്നെ എൻ്റെ പേഴ്സണലി അറിയുന്ന ചില സംഭവങ്ങളുണ്ട്. ആ മെഡിസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ മെഡിസിൻ അത് ഉപയോഗിക്കുന്നവർ ഇനിയിപ്പോൾ അത് പിന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, അത് ബാൻഡൊന്നല്ല. പക്ഷെ അത്തരം സാധനങ്ങൾ കഴിച്ചിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി വളരെ ഇഷ്യൂസ്. അയാളൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് തടിച്ചിട്ടായിരുന്നു. ഞങ്ങളെ വന്നിട്ട് എന്നെയും പ്രിയനെയും വന്നിട്ട് കുറെ ആ മെഡിസിൻ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് കുറഞ്ഞു. അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, ICUലാണ്. അങ്ങനെ ICU തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ആ മെഡിസിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. അതേപോലെ തന്നെ ചില ആൾക്കാർ നമ്മുടെ കക്ഷികളായിട്ടുള്ളവർ തന്നെ അവരൊക്കെ ഓഫീസിൽ വരുമ്പോൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറേ. അപ്പം അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ നമ്മളൊന്ന് ഈ സോഷ്യൽ മീഡിയ ജീവികളായിട്ട് ജീവിക്കാതെ പക്ഷെ നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ജീവിക്കേണ്ട ഒരു ഇത് വന്നു. പണ്ടത്തെ വാർത്തകളൊക്കെ വളരെ സ്ക്രീൻ ചെയ്തിട്ടായിരുന്നു വാർത്തകൾ. അപ്പൊ നമ്മളൊരു പത്രത്തിലെ വാർത്ത എന്ന് പറഞ്ഞാൽ അത് വളരെ ആധികാരികമായിരുന്നു. അത് അവർ അത്രയ്ക്കും പഠിച്ചും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുമാണ് ഒരു പത്രത്തിൽ കൊടുക്കുന്നത്. ഇന്നിപ്പോ നമ്മള് എന്ത് സംഗതി അപ്പൊ നമ്മളെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അന്ന് യുദ്ധം റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു ചാനലിൽ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടിന്ന് ഒരിക്കലും റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഇന്ന് മാധ്യമങ്ങള് ഓടുകയാണ്. ഏറ്റവും ആദ്യം ഞാൻ വാർത്ത എത്തിക്കണം. മാധ്യമങ്ങളെക്കാളും മുമ്പേ ഈ ചാനലുകാർ, സ്വകാര്യ ചാനലുകളുണ്ടല്ലോ, അവരും ഓടുകയാണ്. അപ്പൊ അത് എന്താ വെച്ചാൽ നമ്മൾ നെല്ലും പതിരും തിരിച്ചറിയാതെ നമ്മൾ സാധാരണക്കാരെ അതിൽ പോയി ചാടുകയും ചെയ്യണം. അതുപോലൊരു പിന്നെ എന്റെ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര കോമഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരിക്കലും ഒരു ജിമ്മിൽ ഞാൻ ലൈഫിൽ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാനൊരു ജിമ്മിൽ പോകുന്നോ വർക്കൗട്ട് ചെയ്യുന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതിൽ പിന്നെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയപ്പോഴത്തേക്കും നമുക്ക് തന്നെ നമ്മൾ തടി വെക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ പറ്റാത്തൊരവസ്ഥ. അവിടെയാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്തത്. ബാക്കി ഈ പറഞ്ഞ പോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും എന്നെ ബാധിച്ചില്ല. എന്നെ ബാധിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇടാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സുകൾ നമുക്ക് ഫിറ്റ് ആവുന്നില്ല. അതേപോലെ നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഭംഗി തോന്നില്ല, കോൺഫിഡൻസിനെ വരെ ബാധിച്ചു തുടങ്ങി. അപ്പൊ അത് അങ്ങനെ ആയി തുടങ്ങിയപ്പോഴാണ് പിന്നെ നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ ഉണ്ടല്ലോ, നാച്ചുറലി നമ്മൾ ഉള്ള ഏജിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ തോന്നിക്കാൻ തുടങ്ങി. സോ പെണ്ണുങ്ങൾക്ക് അതൊക്കെയാണല്ലോ കൂടുതൽ ബാധിക്കുക. അങ്ങനെയാണ് ഞാൻ ജിം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അതും ഞാൻ എത്തിയതൊന്നല്ല, രാജേഷാണ് പറഞ്ഞത്. എന്നാ പിന്നെ പ്രിയ ജിമ്മിലൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ജിമ്മോ? കാരണം ഞാൻ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമല്ലേ എന്നുള്ളത്. അങ്ങനെ ഞാനൊരു ലേഡീസ് ഒള്ളി ജിമ്മിൽ പോയി. ലേഡീസ് ഒള്ളി ജിമ്മിൽ അവിടെയാണ് എന്റെ കോമഡി സ്റ്റാർട്ട് ചെയ്തത്. ലേഡീസ് ഒള്ളി ജിമ്മിൽ പോയി ഞാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അതും ഏർലി മോർണിംഗ് ആണ് കേട്ടോ. ഞാനൊരു 5:30 പോവും. രാജേഷ് എന്നെ കൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ 2 ദിവസമൊക്കെ ഡ്രോപ്പ് ചെയ്ത് പിക്ക് ചെയ്യാനൊക്കെ വന്നു. പിന്നെ എനിക്ക് ഫ്രണ്ട്സായി അവിടെ. അപ്പൊ ഈ 5 o'clock 5:30 നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വരുന്നു, രസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആദ്യത്തെ ഒരു പിന്നെ ഫസ്റ്റ് ഡേ ഒന്നും നമ്മൾ വർത്താനം പറയൊന്നുമില്ല, വെരി സീരിയസ്ലി എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യത്തെ 10 minutes വർത്താനം, പിന്നെ കുറച്ച് വർക്കൗട്ട്, പിന്നെ അതൊരു ½ an hour വർത്താനം, പിന്നെ കുറച്ച് വർക്കൗട്ട്, പിന്നെ ഫുൾ വർത്താനം. പിന്നെ ഈ വർത്താനം എല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ടീ ഷോപ്പ് ഉണ്ട്. കറക്റ്റ് 6 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ടീഷർട്ട്. അവിടെ നല്ല സ്നാക്സും കിട്ടും. ആ സമയമാകുമ്പോൾ 6 മണിക്ക് ഫ്രഷ് സ്നാക്സും വരും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു വർക്കൗട്ടൊക്കെ, അതായത് ഞങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞ് ഈ ചേട്ടനെ വിളിച്ച് ഇതും ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ നൈസായിട്ട് അവിടെ തന്നെ ഈ സ്നാക്സും കഴിച്ച് ചായയും കുടിച്ച് തിരിച്ച് വീട്ടിലെത്തും. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഇതിങ്ങനെ തോന്നിയിട്ട് ഇത് ശരിയാവില്ല എന്നിങ്ങനെ തോന്നി. രാജേഷ് എന്നോട് പറഞ്ഞു, നീ എന്തിനാ പ്രിയ ഇങ്ങനെ പോകുന്നെന്നുള്ള ചോദിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആ ഒരു മൂഡ് അങ്ങ് പോയി എനിക്ക്. അങ്ങനെ ആ ജിമ്മ് നിർത്തി. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയി. പിന്നെ എനിക്ക് ഈ ഒരു തോട്ട് തന്നെ വരാൻ തുടങ്ങി, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള.
അങ്ങനെ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ ചേച്ചിയായിട്ടൊക്കെ സംസാരിച്ച് അപ്പൊ പുള്ളിക്കാരിക്കും ഈ സെയിം തോട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുക, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തോട്ടില്. അങ്ങനെ ഞങ്ങള് അപ്പോഴും ഞങ്ങളുടെ മൈൻഡിൽ ജിമ്മൊന്നും വന്നില്ല കേട്ടോ. അപ്പോഴാണ് തൊട്ടടുത്തൊരു യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ യോഗ ക്ലാസ്സിൽ പോയി, അതും ഈ ഏർലി 5:30. അപ്പൊ ഞാനും ആ ചേച്ചിയും, അതും ഭയങ്കര ഭയങ്കര മഴക്കാലത്താണ് ഞങ്ങൾ യോഗ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇതിനോടുള്ളൊരു ഓവർ ഇൻട്രസ്റ്റും ഭയങ്കര കമ്മിറ്റ്മെന്റും കാരണം ഞങ്ങൾക്ക് മഴയൊന്നൊരു ഇഷ്യൂ അല്ലായിരുന്നു. ഞങ്ങൾ രാവിലെ ഈ ഭയങ്കര മഴയത്തും 5 o'clock എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് വേക്കപ്പ് ഒക്കെ ചെയ്ത് പിന്നെ യോഗ മാറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് ആ രാത്രി ഞങ്ങള് വെളുപ്പിനെ നേരം വെളുത്തിട്ട് പോലും ഉണ്ടാവില്ല, വാക്കിംഗ് ഡിസ്റ്റൻസ്. മറ്റേ രാജീവ് ഗാന്ധി നമ്മളെ ടോൾ ബൂത്ത് ഇല്ലേ, അതിന്റെ ICICI ബാങ്കിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഹാള് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് നേരം വെളുത്തിട്ട് പോലും ഉണ്ടാവില്ല, ഭയങ്കര മഴയത്ത് ഞങ്ങൾ ഈ മാറ്റൊക്കെ എടുത്ത് ബാക്കിലിട്ട് രസമായിട്ട് ഓവർബ്രിഡ്ജൊക്കെ കയറി നടന്ന് ഞങ്ങൾ പോയി യോഗ ഒക്കെ ചെയ്തു വരും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, രാജേഷ് ഇത് ഭയങ്കര രസമാണ്, ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക, താനും കൂടെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അപ്പൊ രാജേഷ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ശവാസനം തന്നെ ശവാസനം. അപ്പൊ സൂര്യ നമസ്കാരം ചെയ്തു കഴിയുമ്പോൾ ഇടയ്ക്ക് ഞങ്ങളുടെ യോഗ ഇൻസ്ട്രക്ടർ പറയും, ടയർഡ് ആവുന്നവര് ശവാസനത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയും. രാജേഷ് 2 എണ്ണം കഴിയുമ്പോഴത്തേക്ക് ശവാസനത്തിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് പോരുക. പിന്നെയാണ് ഞാൻ അതിലിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ ഈ ജസ്നഗർ ചപ്പാത്തി കടയുടെ മുന്നിൽ കൂടി ഞാൻ ഇങ്ങനെ വരിക. അപ്പോൾ ഒരു ടെംപ്ടേഷൻ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചാലോ കഴിച്ചാലോ. അപ്പൊ പിന്നെ അവിടുന്ന് ഒരു പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഈ യോഗ കഴിഞ്ഞ് വരിക, അവിടെ കയറുക, ഒരു പൊറോട്ട വാങ്ങിക്കുക, ഇങ്ങനെ റോൾ ചെയ്ത് കയ്യിൽ തന്നെ പിടിച്ച് കഴിച്ച് അങ്ങ് വീട്ടിൽ പോവാം. എന്റെ രാജേഷിന്റെ അടുത്ത് ഏതോ ക്ലയൻസോ ആരോ പറയുകയും ചെയ്തു, വക്കീലെ പൊറോട്ട കഴിച്ചിട്ട് പോകുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് പക്ഷെ എന്നാലും അത് കമ്മിറ്റഡ് ആയി ഡെയിലി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്താണ് വെള്ളപ്പൊക്കം വന്നത്. നമ്മുടെ ആ ഒരു എനിക്ക് തോന്നുന്നു 2018 അല്ല 18 ആ 18 ആ വെള്ളപ്പൊക്കം വന്നു. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് കട്ട് ചെയ്ത് സ്റ്റോപ്പായി. പിന്നെ ഞങ്ങൾക്ക് ആ സ്പേസ് കിട്ടിയില്ല, പിന്നെ നമുക്ക് ആ ഹാള് കിട്ടിയില്ല. പിന്നെ പുതിയൊരു ഹാള് നോക്കിയിട്ട് ശരിയായില്ല. അങ്ങനെ അതും അങ്ങ് ഡ്രോപ്പ് ചെയ്തുപോയി. പിന്നെയാണ് ലോക്ക്ഡൗൺ സമയത്ത് രാജേഷ് എന്നോട് പറഞ്ഞു, ഞാൻ ഏതായാലും പോകുന്നുണ്ടല്ലോ പ്രിയ, നീ കൂടെ വാ. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വരാൻ തുടങ്ങി. അതും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടായി. പിന്നെ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിലാണ് ഞാൻ റെഗുലർ ആയിട്ട് വരാൻ തുടങ്ങിയത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ വൈകുന്നേരത്തെ ഞാൻ പേർപ്പസ്ഫുള്ളി എടുത്തതാണ് വൈകുന്നേരത്തെ ബാച്ച്. കാരണം ഈ പറഞ്ഞ പോലെ രാവിലെ എണീക്കാൻ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ നൈറ്റിൽ വരാൻ ഉള്ള തീരുമാനത്തിലായി. അങ്ങനെ നൈറ്റിൽ വരാൻ തുടങ്ങി. ഈ നൈറ്റിൽ വരാൻ ഞാനിപ്പോൾ ശരിക്കും വിചാരിച്ചത് ഈ രാവിലെ ഓഫീസിൽ പോയി പിന്നെ ഞാൻ ജിമ്മൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ടയേർഡായി പോകുന്ന കേട്ടോ വിചാരിച്ചേ. പക്ഷെ ഇത് ശരിക്കും ഓപ്പോസിറ്റ് ആണ് ഉണ്ടായത്. ഞാൻ ജിമ്മിൽ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് വന്നത്. കാരണം ഞാൻ ഓഫീസിൽ നിന്ന് ടയേർഡായി വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ ഫ്രഷ് ആയി ഇവിടെ വരുന്നു, ഞാൻ ഇറങ്ങുന്നത് ഭയങ്കര ഒന്നും കൂടെ എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാറ്. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ജിമ്മിൽ പോകുന്നതിന്റെ എല്ലാ ഗുണങ്ങളും ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഇവിടെ വന്നിട്ടാണ്. കാരണം സെക്കൻഡ് ടൈമില് രണ്ടാമത് ഞാൻ റീജോയിൻ ചെയ്തതിന് ശേഷം അപ്പൊ ഞാൻ റെഗുലർ ആയിട്ട് വരാൻ തുടങ്ങി. പിന്നെ എന്ന് പറഞ്ഞാൽ നിയാസ് ആയിരുന്നു ട്രെയിൻ ചെയ്തത്. അപ്പൊ നിയാസ് എൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം അവന് എന്നും രാവിലെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ കറങ്ങി ഇവനെ കാണാതെ പോവാൻ നോക്കും, കാരണം വെയിറ്റ് നോക്കാതെ. പക്ഷെ എങ്ങനെയാന്നറിയില്ല, ഇവൻ ഇങ്ങനെ നിന്നോണ്ട് ഈ മൊത്തം ജിമ്മിനെ അവൻ ഇങ്ങനെ നോക്കും, ആ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. സോ ഞാൻ ഈ വഴി എങ്ങനെയൊക്കെ പോയാലും പറയും, പ്രിയേച്ചി ഇവിടെ ആ വെയിറ്റ് നോക്കുന്ന പറയും. അപ്പൊ ഡെയിലി എന്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് ഞാൻ ആക്ച്വലി ഒരു 2-3 കിലോ ഓവർ വെയിറ്റ് ആയിരുന്നു അല്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2-3 കിലോ ഞാൻ ഓവർ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതവൻ ഡെയിലി ചെക്ക് ചെയ്ത് ഡെയിലി നോക്കി ഇങ്ങനെ, അതും എന്നും വർക്കൗട്ട് ചെയ്ത് പോകുമ്പോഴും നോക്കിക്കും വരുമ്പോഴും നോക്കിക്കും. എന്നിട്ട് ചില ദിവസം കറക്റ്റ് നമുക്ക് അറിയാം കേട്ടോ, അത് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ഗ്രാംസ് കൂടുന്നു. അതായത് ചില ദിവസം നല്ല കുറച്ച് വെയിറ്റ് കൂടും. അപ്പൊ ഇവൻ എന്നോട് അപ്പൊ തന്നെ ചോദിക്കും ഇന്ന് എന്താ കഴിച്ചതെന്ന് ചോദിക്കും. അപ്പൊ ഞാനിങ്ങനെ ഫുൾ പറയില്ല, കുറച്ച് പറയും. അപ്പൊ രാജേഷ് പറയും, അപ്പൊ പിന്നെ ബിരിയാണി ആരാ പ്രിയ കഴിച്ചത്? അങ്ങനെ കുറച്ചും കൂടെ നല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നിസാറാക്കാം,
അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് നമ്മളിങ്ങനെ ഒരാൾ ലീവ് ആവുമ്പോൾ മറ്റേ ആൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാല് ഞാനും ഈ പറഞ്ഞ പോലെയാണ്, എൻ്റെ ബോഡി ടൈപ്പ് അവരറിഞ്ഞ് ഞാൻ ആദ്യം നിയാസിനോട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അപ്പർ ബോഡിയിലാണ് ഫാറ്റ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ചുള്ള വർക്കൗട്ട്സ് എനിക്ക് തരാൻ തുടങ്ങി, കാരണം അപ്പർ ബോഡിയിലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ ചേഞ്ച് എനിക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓരോന്ന് നമ്മൾ ഡ്രസ്സപ്പായി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ബോൺസ് ഒക്കെ നമുക്കൊന്ന് കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഓക്കെ ഐ എം ലുക്കിംഗ് ഗുഡ് എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നമുക്ക് ഇനിയും വരണം, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് നമുക്കും വരും. ഇനി ഷിഹാബിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഷിഹാബിന്റെ അടുത്ത് കുറച്ച് ദിവസം എനിക്ക് ഞാൻ കിട്ടിയിട്ടുള്ളൂ. ഷിഹാബിന്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയും, ഷിഹാബ് ചെയ്തിരുമ്പോ നമുക്ക് ഇങ്ങനെ പറയും ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും, സിമ്പിൾ ആണെന്ന് പറയും. അപ്പൊ ഞാനും വിചാരിക്കും ഇതെന്താ, അപ്പൊ ഞാൻ ഇങ്ങനെ മൈൻഡിൽ വിചാരിക്കും ഷിഹാബ് എന്ത് സിമ്പിൾ എക്സസൈസാ തരുന്നത്, ആ നിയാസും നിസാറാക്കയും കൊണ്ട് എന്നെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിക്കാറ്. എന്നിട്ട് അത് ചെയ്ത് തുടങ്ങുമ്പോ ഉണ്ടല്ലോ എന്റെ പരിപ്പിളകുന്ന രീതിയിലുള്ള സിമ്പിൾ എക്സസൈസ് ആയിരിക്കും. ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കമന്ന് കിടന്നിട്ടുള്ള എന്തോ ഒരു എക്സസൈസ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് രാജേഷിനോട് ഞാൻ പറയുന്നു, രാജേഷ് ഞാനിങ്ങനെ വിചാരിച്ചു പൊങ്ങാൻ പറ്റുമോ, അത്രയും കുറച്ച് ഹെവി ആയിരുന്നു എന്നുള്ള ഞാൻ പറഞ്ഞു. സോ എനിക്കപ്പം ഈ ജിമ്മിൽ വന്നിട്ട് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അതാണ്. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, എല്ലാവരും നമ്മളോട് സ്ട്രിക്റ്റുമാണ്, അതേപോലെ തന്നെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സ്ട്രിക്റ്റ് മാത്രമാകുമ്പോൾ നമുക്ക് കുറച്ച് മടുപ്പ് വരും. അതേപോലെ തന്നെ നമ്മളോട് ഫ്രണ്ട്ലിയും കൂടി ആവുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര രസമാണ്. ഈവൻ എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ വരെ ഇവിടെ നിന്നാണ് സെലിബ്രേറ്റ് ചെയ്തത്, കേക്ക് കട്ട് ചെയ്യലും എല്ലാം. ഇത് അപ്പം അതും ഒരു ഭയങ്കര രസമാണ്, നമ്മളെല്ലാം ആഘോഷിക്കുന്നു എന്നുള്ളത്. അന്നാണെങ്കിൽ കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു, കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അതെ. അത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ കാര്യം നമ്മൾക്ക് നന്നായി വർക്ക്ഔട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഭയങ്കര എല്ലാവരുമായിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നു. പിന്നെ എനിക്ക് ഈ ജിമ്മിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു വലിയ പ്ലസ് ആയി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നെ ലേഡീസ് ജിമ്മ് വേണ്ടാന്നുള്ള പിന്നെ ഞാൻ അങ്ങനെ തീരുമാനിച്ചതാ. പിന്നെ ഇവിടെ വരുമ്പോ നമ്മളെ ആരും സ്റ്റെയർ ചെയ്യുന്നില്ല. ഇപ്പൊ വേറെ 2 ലേഡീസ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഒറ്റ ലേഡിയായിരുന്നു. നൈറ്റില് ആ ഒരു 10:30 വരെയുള്ള ആ ടൈമിൽ ഞാൻ ഒറ്റ ലേഡിയാ. പക്ഷെ എന്നാ പോലും എന്നെ ഒരാള് സ്റ്റെയർ ചെയ്യാറില്ല. ഞാനൊരു ഫീമെയിൽ ആണെന്നുള്ള രീതിയിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഒരാൾ നോക്കുന്നില്ല. എല്ലാവരും അവരവരെ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ ചില വെയിറ്റ് ഒക്കെ കാണുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില മെഷീനറിയിൽ എനിക്ക് ശരിയാവുന്നില്ല എന്ന് കണ്ട നിയാസോ നിസാറാക്കിയൊക്കെ ബിസി ആണെങ്കിൽ അപ്പുറത്തുള്ള ആൾ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു. അത് വലിയൊരു പ്ലസ് ആണ്. അതെനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും അവരെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടും ഒക്കെ ആയിരിക്കാം അവര് അങ്ങനെ നമ്മളെ രീതിയിൽ സ്റ്റെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മളോട് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണെങ്കിൽ 2-3 പേര് എന്നോട് ചോദിച്ചിരുന്നു, ഇതിലും അടുത്തൊരു ജിം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും ദൂരെ വരുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം, എന്നെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും. അതാവുമ്പോ എനിക്ക് കുറച്ചും കൂടെ എടുത്താ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതല്ല, അത് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ പോകുന്നില്ല. കാരണം നമുക്ക് ഒരു സ്ഥലം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ടുള്ള എല്ലാം കൊണ്ടും നമുക്ക് അവിടെ ഒരു ക്ലിയർ ആയി. പിന്നിപ്പോ നമുക്ക് വേറൊരു ഓപ്ഷൻ, ഒരു ഡിസ്റ്റൻസ് നമുക്ക് അവിടെ ഒരു വലിയ പ്രോബ്ലം ആവുന്നില്ല. വളരെ സീരിയസ് ആയിട്ട് മാഷാ അല്ലാഹ്. ഒരു ദിവസം നമ്മൾ എത്തുന്ന സമയത്ത് എത്തിയില്ലെങ്കിൽ നിയാസ് വിളിക്കായിരുന്നു. അവിടെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കുന്നു. അവിടെ കുറച്ച് കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ വേദനിക്കുന്നു. ആ ഹൈ ക്ലാസ് കാറ്റഗറിയുടെ അടുത്തേക്ക് സാധാരണക്കാരനൊന്നും അടുക്കാൻ പറ്റില്ല. ഈ മാവോയിസ്റ്റുകൾ ഏത് സമയം വന്നിട്ട് ആക്രമിക്കുന്ന ഏരിയ